കർണാടക ആസ്ഥാനമായ ഒരു ഏജൻസി എല്ലാ മണ്ഡലത്തിലും സർവേ നടത്തിയെന്ന രീതിയിൽ വാർത്തകൾ പുറത്തുവരുന്നു. മാത്രമല്ല സർവേയുടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റൊക്കെ തന്നെ AICC കൈമാറിയെന്ന വിവരമുണ്ട്. ദീപക് ധർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ ദീപക്, ഈ സർവേയുടെ വിവരങ്ങൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? അതിനിടയ്ക്ക് ചന്ദ്രൻ ചിറയിൽ ചോദിക്കുന്നു, ഈ നേതാക്കന്മാർ ഈ സർവേയെ സ്വാധീനിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ചിരിപ്പിക്കുമെന്ന ചന്ദ്രൻ ചിറയിലിൻ്റെ ഒരു പേടി. ഇതിൽ നേതാക്കൾ സർവേയെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ നേതാക്കളെയെല്ലാം ഈ സർവേ സംഘം കണ്ടിട്ടുണ്ട്. അതായത് ഓരോ ജില്ലയിലും ആദ്യം DCC പ്രസിഡന്റുമാരെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം സർവേ സംഘം വിവിധ സ്ക്വാഡുകളായി അവർ ശാസ്ത്രീയമായ രീതിയിലായിരുന്നു. പ്രത്യേകിച്ചും ഈ കനഗോലു സിദ്ധാന്തത്തിലുള്ള ഒരു സർവേ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. അവർ സാമുദായിക സംഘടനാ നേതാക്കളെ കണ്ടിരുന്നു. അതുപോലെ മറ്റ് സോഷ്യൽ ഇക്കോ ബാലൻസിംഗ് നടത്തുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസിംഗ് ചെയ്യുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അത് സാംസ്കാരിക നായകരുണ്ട്, അതുപോലെ ചില ക്ലബ്ബുകളുണ്ട്. അങ്ങനെ പലരെയും കണ്ട് അവർ ഓരോ മണ്ഡലത്തിലും ഇറങ്ങി ബ്ലോക്ക് തലത്തിൽ മണ്ഡലം തലത്തിലുള്ള കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കുന്ന രീതിയിലുള്ള കൃത്യമായി ആരാണ് വിജയസാധ്യത, അതായത് വിന്നബിലിറ്റി മാത്രം കണക്കാക്കിയുള്ള ഒരു പട്ടിക നൽകി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഡൽഹിയിൽ നിന്നും KC വേണുഗോപാലുമായി സംസാരിക്കുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇക്കുറി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം 24 പറഞ്ഞത് എത്രയും വേഗം ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് നേരത്തെ തന്നെ നമുക്ക് ലഭ്യമായ വിവരം 3 മാസം മുമ്പ് ഈ സർവേ ആരംഭിച്ചു എന്നുള്ളതാണ്. അവർ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും നമ്മൾ ചില DCC പ്രസിഡന്റുമാരോട് സംസാരിച്ചപ്പോൾ അവർ ഈ കാര്യത്തിൽ പറയുന്നുണ്ട്, അവരെ വന്ന് കണ്ടു, അവരോട് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഒരു നിലപാട്, അവരുടെ സാധ്യതാ പട്ടിക ചോദിച്ചു എന്നുള്ളത് കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായ ഒരു ഹോംവർക്ക് ഈ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ആർക്കാണ് വിജയസാധ്യത എന്നത് കണ്ടെത്താൻ ഒരു സർവേയാണ് നടന്നത്. ആ സർവേക്ക് നേതൃത്വം നൽകിയത് കനഗോലുവാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നു. ഏതായാലും ഹൈക്കമാൻഡിന്റെ പരിഗണനയിലേക്ക് ഈ പട്ടിക പോയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.